ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ പല വ്യക്തികളെയും കാണുമ്പോൾ നമുക്ക് അവരോട് ചെറിയൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒക്കെ തോന്നാറില്ലേ? എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണത്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും തിരിച്ച് നമ്മളോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ അതൊരിക്കലും നമ്മളോട് പറയത്തില്ല, നമ്മളും തിരിച്ച് അവരോടും പറയത്തില്ല. അപ്പോൾ പറയാത്ത പ്രണയം കണ്ടെത്താനുള്ള ഒരു 6 സൈൻ ഉണ്ട്. ഈ 6 സൈൻ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് വേറെ ഒന്നുമല്ല, പറയാത്ത പ്രണയം കണ്ടെത്താം. അപ്പോൾ ഏകദേശം ഒരു 6 സൈൻ ഉണ്ട്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി അടിക്കണേ. നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പരിചയപ്പെടുത്തലാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ ആ സുഹൃത്തോട് കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സുഹൃത്തിന്റെ വേറെ കുറച്ച് ഫ്രണ്ട്സ് വരികയാണ്. അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് നിങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇവളെ അറിയാമോ, ഇവള് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ് ടോപ്പറാണ്, എല്ലാ വർഷവും പ്രൊഫഷൻസി അവാർഡൊക്കെ ഈ ഒരു കുട്ടിക്കാണ് കിട്ടുന്നത്. അല്ലെങ്കിൽ സപ്പോസ് ഇപ്പം നിങ്ങൾ നല്ലൊരു ഡാൻസറാണ്, നിങ്ങൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫ്രണ്ട് പറയുകയാണ്, ഇവളാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന സ്കൂളിലും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കോളേജ് ആണെങ്കിൽ അവിടെയൊക്കെ നിങ്ങളാണ് ഏറ്റവും നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്, എല്ലാ വർഷവും ഇങ്ങനെ കലോത്സവത്തിനും പരിപാടിക്കൊക്കെ നിങ്ങൾ പോകാറുണ്ട്. ഇങ്ങനെ തുടങ്ങി നിങ്ങളെ പുകഴ്ത്തി പുകഴ്ത്തി എല്ലാ കാര്യവും നിങ്ങളുടെ ഒരു സുഹൃത്ത് ആ ഒരു സുഹൃത്തിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു സുഹൃത്തിന് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ആയിട്ട് വരുന്നത് ഇതെല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒരു കൗതുകം തോന്നും ഒന്ന് തൊട്ട് നോക്കാനൊക്കെ. കയ്യിൽ മുടിയിൽ ഒക്കെ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കും. ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിലൊക്കെ ആയിരിക്കും പിടിക്കുക, അല്ലെങ്കിൽ മുടി പിടിച്ച് വലിക്കുക. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ കവിളി പിടിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നീ നല്ല ക്യൂട്ടായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കവിളിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ മുടി കാണാൻ നല്ല രസമെന്നൊക്കെ പറഞ്ഞിട്ട് മുടി പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിച്ചുക. ഇങ്ങനെയൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് സംസാരിക്കുന്നതിൻ്റെ ഒക്കെ ഇടയിൽ അവർ വന്നിട്ട് നിങ്ങളെ അറിയാത്ത പോലെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശ രൂപേണെ പറഞ്ഞിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ടച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എത്ര സമയം വേണമെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ആ ഒരു വ്യക്തിയുടെ ബാക്കിയുള്ള ജോലി തിരക്കോ അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുക, നിങ്ങളോട് മിണ്ടിക്കൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫേസിലേക്ക് നോക്കുക. ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി എപ്പോഴും എല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും നിങ്ങളുടെ കൂടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല, നിങ്ങളെ ആ ഒരു വ്യക്തി എവിടെന്നെങ്കിലുമൊക്കെ നിന്നിട്ട്, അതായത് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും. അതായത് നിങ്ങളെ തന്നെ വാച്ച് ചെയ്യും ആ ഒരു വ്യക്തി. നിങ്ങൾ പോകുന്ന വഴിക്കായിരിക്കും ആ ഒരു വ്യക്തിയുടെ കണ്ണും വരുന്നത്, പുറകെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങൾ എന്ത് കാണിച്ചാലും ആ ഒരു വ്യക്തി ഒരു കൗതുകത്തോടു കൂടി തന്നെ നിങ്ങളെ നോക്കി നിൽക്കുകയും ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ അവരുടെ ആ ഒരു ചുണ്ടിൽ ആ ഒരു ടൈമിൽ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ബോഡി ലാംഗ്വേജ് തന്നെയാണ്. അതായത് നിങ്ങൾ സംസാരിക്കുന്ന ടൈമിൽ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോഴത്തേക്കും അവർ നിങ്ങളുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കാനും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനും നിങ്ങളുടെ ഫേസിലേക്ക് നോക്കാനും ഒക്കെ. അവർക്ക് എപ്പോഴും ഒരു ഭയങ്കര ഒരു കൗതുകമായിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ കണ്ണിൽ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കും, വേറെ ഒരിടത്തേക്കും അവരവരുടെ ഫേസ് മാറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരാൾ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ എല്ലാം കേൾക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ നോക്കിയിരിക്കുകയും നിങ്ങൾ നടക്കുന്നതൊക്കെ ഒന്ന് വീക്ഷിക്കുകയും അതേപോലെ തന്നെയൊക്കെ അവർ ട്രൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കില്ല എന്നതാണ്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് സ്ഥലമില്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്ഥലം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും മാറ്റിയിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. അല്ലെങ്കിൽ
ആ ഒരു വ്യക്തിയും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു ടൈമിലാണ് നിങ്ങൾ അങ്ങോട്ട് വരുന്നതെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് എണീറ്റ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് നിങ്ങളോട് മാത്രമായിട്ട് സംസാരിക്കും. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തി നൽകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അപ്പോൾ ഇന്നീ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് പ്രണയമൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തികളുടെ മനസ്സ് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.